ഇത് സൂപ്പറാ. നമ്മുടെ വീട്ടിൽ കളയാൻ വെച്ചിരുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് ഈ ഫ്ലവർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും അതേപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ നെറ്റിൽ കവർ ചെയ്തിട്ടാണ് വരിക. ആ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവർ ചെയ്തെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്റ്റെം ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നീളത്തിലുള്ളൊരു പേപ്പർ എടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അതിന് പകരം നിങ്ങൾക്ക് ഈർക്കലിയോ അതല്ലെങ്കിൽ ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു കമ്പിയാണെങ്കിലും വയറാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു ത്രെഡ് വേണം. അതേപോലെ തന്നെ ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ അഴിഞ്ഞു വരാത്ത രീതിക്ക് നല്ലതുപോലെ കെട്ടിക്കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ പൂവൊക്കെ കിട്ടുന്ന രീതിക്കാണോ ഒന്ന് കെട്ടിക്കൊടുത്തത്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിക്ക് ഒന്ന് നല്ലതുപോലെ കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 പെറ്റൽസ് നമ്മൾ ഇതേപോലെ 4 ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആണ് നമ്മൾ വെച്ച് കൊടുത്ത് കെട്ടിക്കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അതിനുശേഷം നോർമലായിട്ട് 1-2 മടക്കിയിട്ട് വീണ്ടും വെച്ച് നമുക്ക് അതേപോലെ തന്നെ പൂവൊന്ന് ചെയ്ത് എടുക്കാം. ഓരോ പെറ്റൽസും ചുറ്റുമായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. 1 by 1 ആയിട്ട് സർക്കിളായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു റോസായിട്ട് മാറും കേട്ടോ. ഞാൻ ഒരു റോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭംഗി തോന്നിയിട്ട് ഞാൻ പിന്നെ കിട്ടുന്ന ഗാർലിക്കിൻ്റെ കവേഴ്സ് എല്ലാം എടുത്തു വെച്ചിട്ടാണ് ഞാൻ കുറേ അധികം ഫ്ലവേഴ്സ് ചെയ്തെടുത്തത്. അപ്പോൾ കാണാൻ അടിപൊളിയായിരുന്നു. സാധാരണ ഏതെങ്കിലും ഒരു ഫ്ലവർ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ വേസിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. ടിഷ്യൂ പേപ്പറും അതേപോലെ തന്നെ സാധാരണ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് ആ ഫ്ലവർ വേസ് ചെയ്തെടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.